അതിൽ ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ. അത് മലയാള സിനിമയാണ്. വരട്ടെ, മലയാള സിനിമയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റാണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ ചോദിച്ച പോലെ, നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴുക്കിലേക്ക് വരുമ്പോൾ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയോ? ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദിയും വിളിച്ച് പോകാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ, അതൊക്കെ അതിനിവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, നമുക്കുണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTTക്ക് ശേഷം OTTയിൽ ഈ മലയാളത്തിൽ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു. അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക് OTT കൊടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ ഞാൻ പറയണേ, ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്തൊരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടി അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്, അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഇപ്പം മറാഠിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ്പുണ്ട്. ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം. ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെൻറ്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ് ഈ സംഘടനകളുടെ ഇതിലേക്ക്? കലാകാരങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് തുടർന്ന്